ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കുട്ടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ സുനന്ദ പിന്നാമ്പുറ വാതിൽ വഴി സുഭാഷ് ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും വന്നത് നികേഷ് ഹരീഷിനെയും സുധീഷിനെയും നിധിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലേ. അത് കേട്ടിട്ട് ഹരീഷൊക്കെ വേഗം ഓടി വന്നിട്ടുണ്ട് കേട്ടോ. എവിടെ, എന്താ സംഭവം, എന്താ അവർ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴേക്കും നമ്മൾ സുനന്ദ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരിക്കും. നമ്മളെ ഹരീഷ് ചോദിക്കുന്നുണ്ട് അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിച്ച് നീ കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും കേട്ടില്ല. കുറേ നേരം ഞാൻ അവിടെ ഇവിടെയൊക്കെ നിന്ന് നോക്കി, പക്ഷെ എന്താ സംസാരിക്കുന്നതെന്ന് കേട്ടില്ല. പക്ഷെ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് സുധീഷും നിധിയൊക്കെ വരുന്നുണ്ട്. സുധീഷ് നല്ല രീതിയിൽ ദേഷ്യം കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ നിധി അതിന് സമ്മതിക്കുന്നില്ല. നിധി പറയുന്നത് നിങ്ങൾ എന്തിനാ അങ്ങനെ ഒരു മെന്റാലിറ്റിയിൽ എടുക്കുന്നത്? അവൾ സുഭാഷ് ചേട്ടനോട് എങ്ങാനും യാത്ര ചോദിക്കാനായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കാര്യം അറിയാതെ ഇങ്ങനെ സംസാരിക്കല്ലേ. നിങ്ങൾ സുനന്ദ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയല്ലേ, അവളെ വേറെ ഒന്നിനും ഇങ്ങോട്ട് വരില്ലല്ലോ, അങ്ങനെ ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവരെല്ലാവരും അത് നെഗറ്റീവ് ഇതിലാണ് കാണുന്നത്. വേറെ ഒന്നുമല്ല, ഇനി സുനന്ദ എങ്ങാനും വന്ന് അതിൻ്റെ പിന്നാലെ അവളുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ മാമയൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളാവില്ലെന്ന് വിചാരിച്ചിട്ടാട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടൻ അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നത് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ കൂടി നിൽക്കുന്നത് എപ്പോഴേ വന്നത്? നികേഷേ അല്ലടാ, നീ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓ അപ്പം നിങ്ങൾ കേട്ടില്ലേ, ഞാൻ വന്നത് പോലും ഏട്ടൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ നികേഷ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ച് ഉള്ളിലേക്ക് കയറി നിന്നപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട് ഇവിടെ ആരെങ്കിലും വന്നായിരുന്നു ചേട്ടാന്ന്. അപ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടൻ പറയുന്നു ഇവിടെ ആര് വരാൻ, സുനന്ദ വന്നിരുന്നു. അവളെന്തിനാ ഇങ്ങോട്ട് വന്നത്, അവളെ എന്തിനാ വന്നതെന്നുള്ള കാര്യം എനിക്കും അറിയില്ല. ഞാൻ അടുക്കളയിൽ പണിയിലായിരുന്നു. ബാക്കിൽ നിന്ന് സുഭാഷ് ചേട്ടാന്നൊരു വിളി കേൾക്കുമ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. കാണുമ്പോൾ സുനന്ദ. നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, യാത്ര പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്, നാളെ ഞാൻ പോകും, അപ്പം അതിനു മുമ്പ് സുഭാഷ് ചേട്ടനെ കാണണം, യാത്ര ചോദിക്കണം എന്ന് തോന്നിയെന്നാണ് പറഞ്ഞത്. എന്തായാലും അവളെ ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് വിരുന്നിന് വിളിച്ചിട്ടുണ്ടെന്ന് സുഭാഷ് ചേട്ടൻ അപ്പോൾ ഇവരോട് പറയട്ടോ. അപ്പോൾ ഇവരെ ആകെ ഞെട്ടും. വിരുന്നിന് വിളിക്കേ, എന്തിനപ്പം അങ്ങനെ ഒരു ആവശ്യം? വൈകിട്ട് ഇങ്ങോട്ട് അശ്വിനെയും കൂട്ടി വന്നോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. വന്നോട്ടെ, രാത്രി ഉണ്ണാൻ നേരത്ത് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ഞാനും പറഞ്ഞു. എന്തായാലും അതിനെന്താ കുഴപ്പം, നല്ല കാര്യമല്ലേ എന്നൊക്കെയാണ് സുഭാഷ് ചേട്ടൻ പറയുന്നത്. പക്ഷേ ഇവർക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ടോ. പക്ഷെ നിധി മാത്രം കുറച്ച് സപ്പോർട്ടായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും എന്തിനാ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇനി അതിൻ്റെ കൂടെ ഇതും കൂടി എന്തിനാ? സുനന്ദയുടെ അച്ഛനും അമ്മയെ കാരണം എന്താ പ്രശ്നം ഉണ്ടാവുമെന്ന് സുഭാഷ് ചേട്ടൻ നിങ്ങൾക്ക് അറിയില്ലേ, എന്തിനാ വെറുതെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിരുന്ന് വിളിച്ചതിനെ നന്നായിട്ട് എതിർക്കുന്നുണ്ട്. പക്ഷേ സുഭാഷ് ചേട്ടൻ പറയുന്നത് അതിനെന്താ, ഞാൻ എന്തായാലും അവളോട് പറഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ അത് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. അപ്പം നിധിയാണെങ്കിലും പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട, അവള് ഭർത്താവിൻ്റെ കൂടെയല്ലേ വരുന്നത്, അപ്പോൾ അതിൽ കൂടുതൽ എന്ത് ചിന്തിക്കാനാ, അപ്പോൾ അത് നല്ല കാര്യങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നിധി അവരെല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ സുധീഷിനാണെങ്കിലും ഹരീഷിനാണെങ്കിലും ആർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം വിരുന്ന് വിളിച്ചതും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലോ. ഒന്നുകിലെ ഒരുപാട് പ്രശ്നങ്ങൾ അവരായിട്ടുള്ളതാണ്, ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഇതും കൂടി വേണ്ടാന്ന് വിചാരിച്ച് പിന്നെ അതും കൂടുതൽ സുഭാഷ് ചേട്ടനെ വിഷമിപ്പിക്കാൻ ഇടയാവും എന്നുള്ളൊരു ടെൻഷൻ അവർക്കുണ്ട്. അതാണ് അങ്ങനെ ഒരു ചാപ്റ്റർ വേണ്ടാന്ന് അവർ വിചാരിക്കുന്നത്. സുഭാഷ് ചേട്ടനാണെങ്കിൽ വൈകുന്നേരം അവരെത്തും, അതിന് മുൻപ് ഞാൻ സാധനങ്ങളൊക്കെ പോയി വാങ്ങട്ടെ എന്ന് പറഞ്ഞ് സഞ്ചി എടുത്തിട്ട് കടയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും സുഭാഷ് ചേട്ടൻ തീരുമാനിച്ചത് തന്നെയാണ്, വൈകുന്നേരം അവർ വരട്ടെ, സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ നമ്മളെ സുഭാഷ് ചേട്ടൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്ന് സുനന്ദയും അവരുടെ ഭർത്താവും വരുന്നതിന് മുൻപുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ചോറ്, ഒരുപാട് അതിലേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കൂടെ ഹെൽപ്പിങ്ങിന് നമ്മളെ നികേഷും നിധിയൊക്കെ ഉണ്ട്. ഇത്രയും ഐറ്റംസ് ഒക്കെ സുഭാഷ് ചേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നിധി. അതിനെന്താ, അതിനൊന്നും കുഴപ്പമില്ല, ആദ്യമായിട്ടല്ല അവളുടെ ഭർത്താവിനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നത്, അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പായസം കൂടി ആവാലോ, 3 തരം പായസമൊക്കെ അവിടെ കല്യാണത്തിന് കൊടുത്തിരുന്നല്ലോ, അതുപോലെ ഇവിടെയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ കളിയാക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ അന്നേരമാണ് ആലോചിക്കുക, എന്നാൽ പായസം കൂടി ആവാലോ എന്ന്. അങ്ങനെ നികേഷിനെ പറഞ്ഞയക്കുന്നുണ്ട് പായസം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പാലിന് വേണ്ടിയിട്ട്. അതിൻ്റെ മുൻപ് ഭാസ്കരനച്ഛനുമായിട്ട് ചെറിയൊരു തർക്കമൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഭാസ്കരനച്ഛൻ വന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ ഒരുപാട് ഐറ്റംസ് കാണും. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഐറ്റംസ് ഒന്നും അവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ എന്തോ ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുമ്പോൾ കാര്യം തിരക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം പറയും. വൈകിട്ട് സുനന്ദ ഇങ്ങോട്ട് വരുന്നുണ്ട് അവളുടെ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട്, ഞാൻ അവരെ വിരുന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പറയും. അതിലങ്ങ് ഭാസ്കരനച്ഛൻ അങ്ങ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. നിനക്ക് നാണമില്ലല്ലോടാ ഇങ്ങനെ ചെയ്യാൻ, അവൾ നിന്നെ തേച്ചൊട്ടിച്ചതും പോരാത്തതിന് അവളെ വിരുന്ന് വിളിച്ചിട്ട് സൽക്കരിക്കാൻ നിൽക്കുന്നല്ലേ, നിനക്ക് നാണമുണ്ടോ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഭാസ്കരനച്ഛൻ നന്നായിട്ട് നമ്മുടെ സുഭാഷ് ചേട്ടനോട് ചൂടാവുന്നുണ്ട്. അന്നേരം സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, തേച്ചൊട്ടിച്ചത് സുനന്ദയല്ല, നിങ്ങളുടെ മകനാണ്. സുനന്ദ നല്ല ധൈര്യം കാണിച്ച് ഇവിടെ വന്ന് റെഡിയായി നിന്നതല്ലേ, മകനല്ലേ പറഞ്ഞത്, മോളെ നീ പോയിക്കോ, നീ അവനെ പോയി കല്യാണം കഴിച്ചോ, നിങ്ങളെ മകനാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ഭാസ്കരനച്ഛന് എത്രയായിട്ടും ഇതണ്ട് ഉൾക്കൊള്ളാൻ വയ്യട്ടോ. എന്തായാലും ലളിത എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറന്ന പെണ്ണ് തന്നെയാണ്, പക്ഷെ അവർ എനിക്ക് ആരുമല്ലെങ്കിൽ നിനക്ക് പിന്നെ അത് ആരെങ്കിലും ആവൂടാന്നൊക്കെ ചോദിച്ചിട്ട് സുഭാഷ് ചേട്ടനോട് ചൂടാവുന്നുണ്ട്. ഒരുപാട് നേരം സുഭാഷ് ചേട്ടൻ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ നിന്നെ കൊണ്ട്, ഭാസ്കരൻ്റെ മൂത്ത മകൻ വായിൽ വിരലിട്ടൊക്കെ അടിക്കില്ല എന്ന് പറയുന്നതിൻ്റെ അപ്പുറമാണ് നീ
ചെയ്തു കൂട്ടുന്നത്? ഒന്നില്ലെങ്കിലും ഒരാണാവുമ്പോൾ കുറച്ച് ഇതൊക്കെ വേണ്ട, അതുപോലും നിനക്കില്ലല്ലോ, അത് നിനക്ക് തന്നെ നാണക്കേടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അങ്ങ് ഇടിച്ചു കയറി സംസാരിച്ചപ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടന് ദേഷ്യം വരുന്നു. സുഭാഷ് ചേട്ടൻ ആദ്യം പറഞ്ഞതാണ്, ഞാൻ എന്തായാലും അവരോട് പറഞ്ഞു പോയില്ല, ഇനി മാറ്റി പറയാൻ പറ്റില്ലല്ലോ, അവർ വന്ന് ഭക്ഷണം കഴിച്ച് പോട്ടെ എന്നൊക്കെ. അവസാനം ദേഷ്യം പിടിച്ചിട്ട് സുഭാഷ് ചേട്ടൻ പാത്രമൊക്കെ എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. അച്ഛാ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ അന്നേരം വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ, അല്ലാതെ ഇവിടെ വെച്ച് ബഹളം വെച്ചിട്ട് കാര്യമില്ല, എന്തായാലും ഞാൻ അവരോട് പറഞ്ഞു, അവർ വന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ അച്ഛനോട് നമ്മളെ സുഭാഷ് ചേട്ടൻ ചൂടാവുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മളെ നിധിയൊക്കെ പേടിക്കുന്നുണ്ട് കേട്ടോ. കാരണം സുഭാഷ് ചേട്ടൻ ആദ്യമായിട്ടാണ് ഇത്രയും ശബ്ദത്തിൽ സംസാരിക്കുന്നതും പാത്രം എടുത്ത് എറിയുന്നതൊക്കെ അവർ കാണുന്നത്. അങ്ങനെ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട് സുഭാഷ് ചേട്ടൻ്റെ ആ റോങ് അവർ കണ്ടിട്ട്. അപ്പോൾ ഭാസ്കരൻ അച്ഛൻ ആയിക്കോട്ടെ, നടക്കട്ടെ, ശരി, ഇനി ഞാനൊന്നും പറയുന്നില്ല, അല്ലെങ്കിലും എൻ്റെ വാക്കിനൊരു വിലയൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭാസ്കരൻ അച്ഛൻ അതും പറഞ്ഞ് അവിടുന്ന് പോവാട്ടോ. അങ്ങനെ നിധിയാണെങ്കിൽ പേടിച്ച് നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ സുഭാഷ് ചേട്ടൻ പറയും, ചുമ്മാതെ പറഞ്ഞതാണ്, ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അച്ഛൻ അവിടുന്ന് പോവില്ല, അതുകൊണ്ട് പറഞ്ഞതാ, മോള് പേടിക്കൊന്നും വേണ്ടട്ടോ എന്ന്. നികേഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ ഇത്രയും സൗണ്ട് ഉള്ളത് ഞാൻ ആദ്യമായിട്ടോ കേൾക്കുന്നതെന്ന്. അപ്പോൾ അന്നേരം സുഭാഷ് ചേട്ടൻ നികേഷിനോടും ചൂടാവുന്നുണ്ട്, നിന്നോട് ഞാനൊരു കാര്യം ഏൽപ്പിച്ചിരുന്നല്ലോ, നീ അത് ചെയ്തോ? ഇല്ല ഏട്ടാ, ഞാൻ ഇപ്പോൾ പോവാന്ന് പറഞ്ഞിട്ട് നമ്മളെ നികേഷ് വേഗം പായസത്തിനുള്ള പാല് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നീഷും ഹരീഷും ആണെന്നുണ്ടെങ്കിൽ അന്നേരവും ഹാളിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ സുഭാഷ് ചേട്ടനെ ഹെൽപ്പ് ചെയ്യാനൊന്നും കാര്യമായിട്ട് അവർ വരുന്നൊന്നുമില്ല. അങ്ങനെ നമ്മളെ സുഭാഷ് ചേട്ടൻ അവർ വരുന്നതിന് മുമ്പ് എല്ലാ ഐറ്റംസും റെഡി ആയിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മളെ സുനന്ദയെയും അതുപോലെ തന്നെ അശ്വിനെയും ഒക്കെ. ഇത്രയും കഷ്ടപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണങ്ങളൊക്കെ ഒരുക്കിയിട്ട് അവർ വരുമോ, അഥവാ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ഇതയുടെ ചെക്കൻ കഴിഞ്ഞ സ്റ്റോറിയൊക്കെ അറിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.